അച്ചടിച്ച് ടെക്സ്റ്റ് ബുക്കുകൾ മാത്രം വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുഴുവൻ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആയതിനാൽ നിങ്ങൾ നിങ്ങളുടെ വായനാശീലം വളർത്തണം, അത് പൂർത്തീകരിക്കണം. അതിനുവേണ്ടി സഹായം ചെയ്യുക. ഈ ലൈബ്രറി നിങ്ങളൊപ്പമുണ്ട്. എല്ലാ ദിവസവും 4 മണി തൊട്ട് 7 മണി വരെ ഈ ലൈബ്രറി തുറന്നിരിക്കുന്നതാണ്. ഇഷ്ടമുള്ള പുസ്തകങ്ങൾ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകങ്ങൾ സൂചിപ്പിച്ചു. നോവലായാലും കഥയായാലും ചരിത്രങ്ങളായാലും കവിതകളും എല്ലാ പുസ്തകങ്ങളുടെയും ഇനി നിങ്ങൾക്ക് ഇനി ഏത് ബുക്ക് വേണമെന്ന് നിങ്ങളുടെ എഴുതി തരികയാണെങ്കിൽ ആ പുസ്തകങ്ങളോട് പറ്റി നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി ഈ ലൈബ്രറി നിങ്ങൾ ഒപ്പം ഉണ്ടാവും എന്ന് മാത്രമാണ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളോടുകൂടി ചെയ്യാനുള്ളത്. ഞാൻ എൻ്റെ കാര്യപരിപാടി എന്ന നിലയ്ക്ക് ഈ പരിപാടി അവതരണം നടത്തുവാൻ വേണ്ടി ജെയിംസ് ജോസ് സാറെ ആദരപൂർവ്വം ക്ഷണിച്ചു. കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. നമസ്കാരം നമസ്കാരം. എല്ലാവരും പറയണ്ടേ? തിരിച്ചു പറയണ്ടേ? തിരിച്ചു പറയണ്ടേ നിങ്ങൾ ഉറക്കെ? അത് നമ്മൾ ഈ ഇംഗ്ലീഷിൽ പറഞ്ഞ കാരനെ, ഇംഗ്ലീഷിൽ പഠിച്ച കാരനെ നമസ്കാരം എന്നൊക്കെ പറയാൻ ഒരു ബുദ്ധിമുട്ട്. എന്നാ ശരി, ഗുഡ് ഈവനിങ് ടു ഓൾ. ഗുഡ് ഈവനിങ്. ഓക്കെ, നിങ്ങളൊക്കെ 10ാം ക്ലാസ്സും പാസ്സായവരുണ്ട്, 12ാം ക്ലാസ്സും പാസ്സായവരുണ്ട്. നിങ്ങളുടെ ഈ വിജയത്തെ ആദ്യമായി തന്നെ, നിങ്ങളുടെ കഠിനാധ്വാനത്തെ ഒട്ടും വില കുറച്ച് കാണുന്നില്ല. വളരെ സന്തോഷത്തോടെ തന്നെ നിങ്ങളെല്ലാവരെയും അനുമോദിക്കുകയാണ്. ഓക്കെ, മാത്രമല്ല നിങ്ങളുടെ കൂടെ നിന്ന മാതാപിതാക്കന്മാർ, അഹോരാത്രം നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് നിങ്ങളുടെ പഠനത്തിന് കേന്ദ്രീകരിക്കാൻ വേണ്ടി കൂടെ നിന്ന നിങ്ങളുടെ മാതാപിതാക്കന്മാർ, ടീച്ചർമാർ, പിന്നെ ആരാളുള്ളത്, സുഹൃത്തുക്കള്, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അവരോടുള്ള നന്ദിയും കടപ്പാടും അവരെയും ഈ കൂട്ടത്തിലെ അനുമോദിക്കുകയും ചെയ്യുകയാണ്. അവരിവിടെ ഇല്ല അല്ലേ, പാരൻസ് ഒന്നും ഇല്ല, വന്നിട്ടില്ല. എന്നാലും അവരെയും അനുമോദിക്കുകയാണ്. അവരോടും ഞങ്ങളുടെ അനുമോദനങ്ങൾ നിങ്ങൾ അറിയിക്കണം, വിദ്യാശംസകളും അറിയിക്കണം. അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ മാഷ് വിദ്യാശംസകളൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് മാഷ് പറഞ്ഞു എന്ന് പറഞ്ഞോളൂ. ഓക്കെ, ഞാനൊരു ചെറിയ ചോദ്യത്തോടു കൂടി തുടങ്ങാം. 2025 അന്താരാഷ്ട്ര ബൂക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് അറിയാമോ? ആർക്കെങ്കിലും? ഇപ്പൊ വളരെ അടുത്ത് നടന്ന ഒരു സംഭവമാണ്. 2025 അന്താരാഷ്ട്ര ബൂക്കർ സമ്മാനം ലഭിച്ചത് ആർക്കാണെന്ന് അറിയോ? അറിയില്ല, കുഴപ്പമില്ല. പുസ്തകം വായിക്കാം, നമുക്ക് സമയമുണ്ട്. നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ആ പുസ്തകം എടുത്ത് വായിക്കണം. അത് ആ ബൂക്കർ സമ്മാനം ലഭിച്ചത് ബാനു മുഷ്താഖ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരിക്കാണ് കിട്ടിയത്. ബാനു മുഷ്താഖിന്റെ ഹാർട്ട് ലാമ്പ് എന്ന ഒരു കഥാസമാഹാരത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ കുറേശ്ശെ ഓർമ്മ വരുന്നുണ്ടാവില്ലേ പേര് കേട്ടപ്പോ? ഹാർട്ട് ലാമ്പ് പേപ്പറിലൊക്കെ ഇന്ന് ഈ അടുത്തിടെയാണ് കഴിഞ്ഞത്, ഈ അടുത്തിടെയാണ് കിട്ടിയത്. ഹാർട്ട് ലാമ്പ് എന്ന ഒരു കഥാസമാഹാരത്തിനാണ് 2025 അന്താരാഷ്ട്ര ബൂക്കർ സമ്മാനം നൽകിയത്. അതിലെ ശ്രദ്ധേയമായൊരു കഥയുണ്ട്, വീട്ടുമുറ്റത്തെ രക്തം. കഥാസമാഹാരമാണ്, വലിയ ഒരുപാട് കഥകളുണ്ട്. അതിലെ ഒരു ശ്രദ്ധേയമായ കഥയാണ് വീടുമുറ്റത്തെ രക്തം. വീടുമുറ്റത്തെ രക്തം വളർന്നു വലുതാകുന്നത് ആ അമ്മ വളരെ ഉത്കണ്ഠയോട് നോക്കി കാണുകയാണ്. അറിവും പഠിപ്പുമുള്ള ചെറുപ്പക്കാർ പലരും തീവ്രവാദികളായി മാറുന്നത് ആ അമ്മ ഭയപ്പെട്ടിരുന്നു, അമിതമായി ഭയപ്പെട്ടിരുന്നു. വീട്ടുമുറ്റത്തെ രക്തം അർദ്ധരാത്രി വരെ കമ്പ്യൂട്ടറിന്റെ മോണിറ്ററിൽ നിന്ന് ആരോടോ സംസാരിക്കുന്നതും എന്തോ ഒക്കെ പറയുന്നതൊക്കെ ഈ അമ്മ ശ്രദ്ധിച്ചിരുന്നു. അമ്മ ഗ്രഹിക്കുന്നതും അമ്മ മനസ്സിലാക്കുന്നതും എന്താ വെച്ചാൽ കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ആണ് ഇതിനൊക്കെ ഉത്തരവാദി, കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ ആണ് ഇതിന്റെ പ്രശ്നക്കാരൻ എന്നാണ് ആ അമ്മ കരുതിയത്. അടുത്ത ദിവസം അമ്മ ആ മോണിറ്ററും പിടിച്ച് ഒരു ആക്രി കടയിലേക്ക് പോകുന്നതാണ് ഈ
വീട്ടുമുറ്റത്തെ രക്തം എന്ന കഥയുടെ കഥാതന്തു ആക്രികടയിൽ പോയി വിൽക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ മക്കള് ഈ ഡിജിറ്റൽ യുഗത്തിന്റെ മായാ കണ്ണികളിൽപ്പെട്ട് കുടുങ്ങി മൊബൈലിലും കമ്പ്യൂട്ടറിലുമായി വളരെയധികം സമയം ചെലവഴിച്ചുകൊണ്ട് നിങ്ങളുടെ ചിന്തകൾ പോലും പണയം വെച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അറിവ് നേടാൻ മാത്രമല്ല, കണ്ടമാന സമയം അതിനു വേണ്ടി കളയും. കണ്ടമാന സമയം ഒരു പ്രൊജക്ട് തയ്യാറാക്കാൻ വേണ്ടി തന്നെ നമ്മൾ അതിനകത്തൊന്ന് അടിച്ചു കയറി കഴിഞ്ഞാൽ ഒരുപാട് സംഭവങ്ങൾ കിട്ടും, ഒന്നും ക്രോഡീകരിക്കാൻ കഴിയില്ല. എന്നിട്ട് ഏറ്റവും അവസാനം നമ്മൾ ഭ്രാന്ത് പിടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കും. അതാണ് ഉണ്ടാവുന്നത്. ഈ കാണുന്ന എല്ലാ വിവരങ്ങളും സത്യമാണെന്നില്ല. യൂട്യൂബിൽ കാണുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾ കാണുന്നുണ്ടാവും, ഒക്കെ സത്യമാണോ? ഞാൻ ഡോക്ടറാണ്, ഞാൻ പറയുന്നത് കേട്ടോളൂ, നിങ്ങളിത് പറഞ്ഞിട്ട് ഞാൻ ഡോക്ടറാണെന്നൊക്കെ പറയുന്ന ആൾക്കാർ ഡോക്ടറല്ല, ഒന്നുമല്ല. അങ്ങനെ പല തെറ്റിദ്ധരിക്കപ്പെടുന്ന കുറെ കാര്യങ്ങളാണ് നമുക്ക് കമ്പ്യൂട്ടറിൽ നിന്ന് കിട്ടുന്നത്. അത് വളരെ ശ്രദ്ധയോടെ വളരെ കാര്യമായിട്ട് ശ്രദ്ധിച്ച് ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ് കമ്പ്യൂട്ടറും മൊബൈലും. തെറ്റൊന്നുമില്ല, ഒരുപാട് നോളജും കിട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് അതൊന്നും ഒരു തെറ്റല്ല, അതും വായിക്കണം, അതും നമ്മൾ പഠിക്കണം. അതിന്റെ കാര്യമായിട്ട് പഠിച്ച് അതിന്റെ നല്ല വശങ്ങളെ മാത്രം കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇന്ന് ശാസ്ത്ര സത്യങ്ങളും വളച്ചൊടിക്കുന്നു, ചരിത്രങ്ങൾ തമസ്കരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് ശരിയേത് തെറ്റേത് എന്ന് കണ്ടെത്താൻ വേണ്ടി വളരെയധികം പ്രയാസപ്പെടെയാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? ശരിയേതാണ് തെറ്റേതാണെന്ന് കണ്ടെത്താൻ വളരെ പ്രയാസമാണ്. കാരണം സത്യത്തെ ശാസ്ത്രസത്യങ്ങളെയൊക്കെ വളച്ചൊടിക്കുന്നത് കാണാം. ഭാരതത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പ്ലാസ്റ്റിക് സർജറി നടന്നിരുന്നു. അതിന്റെ ഉദാഹരണമാണ് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പ്ലാസ്റ്റിക് സർജറിയിൽ നിന്ന് ഉദാഹരണം പറഞ്ഞത് ഗണപതിയുടെ ആനത്തല പ്ലാസ്റ്റിക് സർജറി നടന്നു പറയണേ. ഇങ്ങനെ ശാസ്ത്രസത്യത്തെ വളച്ചൊടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇല്ലേ? ഒരു MP പ്രഗ്യാ സിംഗ് താക്കൂർ, ആ MP പറഞ്ഞാണ് ഗോമൂത്രം കഴിച്ചാൽ മതി ക്യാൻസർ മാറുന്നത്, അല്ലേ? ഗോമൂത്രം കഴിച്ചാൽ ക്യാൻസർ മാറുന്നു പറയുന്ന ഒരു MP. ഇതിനൊക്കെ പുറമെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്റ്റെം സെൽ ടെസ്റ്റ് ട്യൂബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഒരമ്മയിലെ സെല്ലിൽ നിന്ന് 1000 കൗരപുത്രന്മാരുണ്ടായി എന്നാണ് ആര് പറയുന്നത്? ആന്ധ്ര യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായ G. നാഗേശ്വര റാവു പറയുന്നത്. ശരിയാണോ ഇതൊക്കെ? കൗരപുത്രന്മാരുണ്ടായത് അങ്ങനെയാണോ? സ്റ്റെം സെൽ ടെസ്റ്റ് ട്യൂബ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാത്ത ഇങ്ങനെ ശാസ്ത്ര സത്യങ്ങൾ വളച്ചൊടിക്കുന്നത് നിങ്ങൾക്ക് എവിടെയും കാണാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പുസ്തകങ്ങളെ സ്നേഹിക്കാനും വായിക്കാനും പഠിക്കുക. പുസ്തകങ്ങൾ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളാവട്ടെ, വായന നിങ്ങളുടെ സംസ്കാരമാകട്ടെ, വായന നിങ്ങളുടെ ജീവിത നാൾ വഴികളിൽ അതൊരു മുതൽക്കൂട്ടായിരിക്കട്ടെ. ഓക്കെ, വായന ഉണ്ടാവണം, വായന ഇല്ലാതെ പറ്റില്ല. ജീവനുള്ളതും ജീവനെ പഠിപ്പിക്കുന്നതും ജീവനുള്ളതുമായ ഒരു ഉപാധിയാണ് പുസ്തകം നിങ്ങൾക്ക് ഒരു വലിയ മേഖല തന്നെ തുറന്നു തരും. അപ്പൊ പുസ്തകത്തെ സ്നേഹിക്കണം. ശരിയായ സത്യങ്ങളെ യാഥാർത്ഥ സത്യങ്ങളെ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പാടുപെടേണ്ട ഒരു കാലം കൂടിയാണ്. അതുകൊണ്ട് കൊച്ചുമക്കളെ നിങ്ങൾ വായനയിലേക്ക് വരണം, പുസ്തകങ്ങൾ വായിക്കണം, വളരണം. ഓക്കെ, ആ ഒരു ചെറിയൊരു ഉപദേശം പറഞ്ഞുകൊണ്ട് ഞാനൊരു ചെറിയൊരു നിങ്ങൾക്ക് ജീവിതത്തിലെ വഴികാട്ടിയാവേണ്ട ഒരു മാതൃക, ഒരു വ്യക്തിയെ കുറിച്ച്, ആ വ്യക്തിക്കുണ്ടായ ജീവിത സംഭവതയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. 2011 ഏപ്രിൽ 11 കുറെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി ഒരു യുവതി ലക്നൌവിൽ നിന്ന് ഡൽഹിയിലേക്ക് ട്രെയിൻ യാത്ര ചെയ്യുന്നു. പത്മാവതി എക്സ്പ്രസിൽ ട്രെയിൻ യാത്ര ചെയ്യുകയാണ്. കേട്ടിട്ടുണ്ടോ ഈ കഥ? കേട്ടിട്ടുണ്ടാ? ആരാണെന്ന് പറയാൻ പറ്റുമെന്ന് നോക്കട്ടെ ഞാൻ പിടി തരുന്നില്ല, എങ്ങനെ കൊണ്ടുപോകാം, കഥയിലേക്ക് വരാം. അങ്ങനെ യാത്ര ചെയ്യുകയാണ്. ജനറൽ കമ്പാർട്ട്മെന്റാണ് ആ യുവതിക്ക് സീറ്റ് കിട്ടിയത്. റിസർവേഷൻ ഒന്നും ഇല്ല, വളരെ പെട്ടെന്ന് ഉള്ള ഒരു യാത്ര ചെയ്തുകൊണ്ട് ജനറൽ കമ്പാർട്ട്മെന്റാണ് ആ സ്ത്രീ കയറിയത്. ഒരു യുവതി, മിടുക്കിയായ യുവതി, 22 വയസ്സുള്ള യുവതി.
ട്രെയിനിലെ ഇരുന്നും കിടന്നും ബഹളം വെച്ചും നിന്നുകൊണ്ടും ഒരുപാട് ആളുകൾ യാത്ര ചെയ്യുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അർദ്ധരാത്രിയോട് അടുത്ത് കാണും. പെട്ടെന്ന് ട്രെയിനിലെ ഒരു ബഹളവും ഒക്കെ ഉണ്ടായി. ഈ യുവതി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് ആളുകളുടെ ബാഗ് തട്ടിപ്പറിക്കുന്നതും പണം കവരുന്നതൊക്കെയാണ് കണ്ടത്. യുവതി ഇവിടെ അടുത്ത് ഇത് കണ്ടു നിൽക്കെ തന്നെ പെട്ടെന്ന് തന്നെ യുവതിയുടെ അടുത്തെത്തി. യുവതി വളരെ പൊരുതി തന്നെ നിന്നു. യുവതിയുടെ മാല പൊട്ടിക്കാനാണ് അവർ ഒരു ചെറിയ സ്വർണ്ണമാല അമ്മ നൽകിയിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിക്കാനായിരുന്നു ശ്രമിച്ചത്. അപ്പൊ യുവതി അതിനെ ചെറുത്തുന്നു. വളരെ പൊരുതി, ഇടിയും തൊഴിയും ഒക്കെ കൊടുത്തുകൊണ്ട് തന്നെ പൊരുതി. യുവതിയുടെ മുന്നിലേക്ക് 2 ആണുങ്ങളാണ് വന്നത്, 2 ഗുണ്ടകളാണ് വന്നത്. ആ 2 ഗുണ്ടകളെ ഇടിച്ച് താഴെയിട്ട് വളരെ ഭംഗിയായിട്ട് ഒരു പരിധി വരെ ചേർത്തുന്നു. പിന്നീട് നോക്കിയപ്പോൾ ഒരു 3ാമതൊരാൾ കൂടി വന്ന് ഈ സ്ത്രീയെ, ഈ യുവതിയെ അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ടുവന്ന് ട്രെയിനിന്റെ വാതിൽ കൂടെ നേരെ അങ്ങോട്ട് തള്ളി കളഞ്ഞു. തള്ളി പാളത്തിലേക്ക് ഇട്ടു. അവിടെ വേദന കൊണ്ട് അലറി വിളിക്കുന്ന നേരത്ത്, അലറി വിളിച്ചുകൊണ്ട് കിടക്കുന്ന നേരത്ത് പെട്ടെന്ന് എതിർദിശയിൽ നിന്നും ഇരുട്ടിനെ കീറി മുറിച്ചുകൊണ്ട് ഹുങ്കാര ശബ്ദത്തോടെ വേറൊരു ട്രെയിൻ വരുന്നതായി കണ്ടു. ആ യുവതിക്ക് കഴിയാവുന്ന വിധത്തിൽ ഒന്ന് എഴുന്നേറ്റ് കാല് മാറ്റിവെക്കാൻ, പാളത്തിൽ കിടക്കുന്ന കാലൊന്ന് മാറ്റിവെക്കാൻ ശ്രമിച്ചു. കൈകൊണ്ട് വളരെ ശ്രമിച്ചുകൊണ്ടും ആയാസപ്പെട്ടുകൊണ്ടും ശ്രമിച്ചുകൊണ്ട് അത് കാലൊന്ന് മാറ്റിവെക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ ആ ട്രെയിൻ കയറി ആ സ്ത്രീയുടെ കാലുമുടെ കയറി കാല് മുറിഞ്ഞ് 2 കഷ്ണമായിട്ട് കിടന്നു. പാളത്തിൽ അല്ലറി നിലവിളിച്ചുകൊണ്ട് ആ സ്ത്രീ കിടക്കാണ്. ആരും തന്നെ തുണയ്ക്കാനില്ല. ഏകദേശം ലക്നൌവിൽ നിന്ന് ബറേലി സ്റ്റേഷന്റെ അടുത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒരു അർദ്ധരാത്രി എന്ന് പറഞ്ഞാൽ ഒരു 12 മണി ആയിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. ഒരു 11-12 മണി ആയിട്ടുണ്ടായിരിക്കണം സംഭവിച്ചിട്ടുണ്ടാവുക. ഇങ്ങനെ കിടന്ന് അലറി നിലവിളിച്ച് ഒരാൾ പോലും രക്ഷിക്കാനോ ഒന്നും ഇല്ല. കാരണം ഒരു ഇരുട്ട് നിറഞ്ഞ സംഭവമാണ്. ഇരുട്ട് നിറഞ്ഞ ഭാഗത്താണ് വീണ് കിടക്കുന്നത്. ഒരാൾ പോലും ഇല്ല. അങ്ങനെ ആ രാത്രി മുഴുവൻ കഴിച്ചുകൂട്ടേണ്ടതായി വന്നു. ഇടയ്ക്ക് ട്രെയിനുകൾ വരുന്നത് കാണാം. അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അലറി നിലവിളിക്കും. ആരും ശ്രദ്ധിക്കാനില്ല. വീണ്ടും ട്രെയിൻ വരും. ട്രെയിൻ വരുമ്പോ വേറൊരു കാര്യം ശ്രദ്ധിച്ചു ആ സ്ത്രീ. വേറൊന്നല്ല, ട്രെയിൻ വരുമ്പോ കൈയും കാലുമൊക്കെ ആ ചുറ്റിക്കിടക്കുന്ന രക്തം ഉണ്ടല്ലോ, രക്തം കുടിക്കാൻ ഈ റെയിൽപാളങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എലികൾ ധാരാളം ഉണ്ടാവും. കാരണം ഭക്ഷണപദാർത്ഥങ്ങൾ വലിച്ചെറിയുന്നതാണല്ലോ റെയിൽവേ ട്രാക്കിലേക്ക്. അതുകൊണ്ട് ഇഷ്ടം പോലെ എലികൾ ഉണ്ടാവും. എലികൾ ഓരോന്നായി വന്ന് ഈ മുറിവുകൾ രക്തം വലിച്ചു കുടിക്കുക, മുറിവുകളിൽ നിന്ന് രക്തം വലിച്ചു കുടിക്കുന്നു. ട്രെയിൻ വരുമ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ ആ യുവതിക്ക് ഓർമ്മ വരും. ആ യുവതിക്ക് ഓർമ്മ വന്നിട്ട് ഓർമ്മ വരുമ്പോഴേക്കും എലികളൊക്കെ മേത്തുനിന്ന് പാഞ്ഞു പോകുന്നത് കാണാം. ട്രെയിൻ വരുമ്പോൾ എലികളൊക്കെ മേത്തുനിന്ന്, ചോര പിടിക്കുന്ന എലികളൊക്കെ മേത്തുനിന്ന് പാഞ്ഞു പോകുന്നത് കാണാൻ പറ്റും. അത് അറിയാൻ മാത്രം സാധിക്കും. പിന്നെ വീണ്ടും നിലവിളിക്കും, വീണ്ടും അലറി നിലവിളിക്കും. ഒരാൾ പോലും കേൾക്കാനുണ്ടായില്ല. അങ്ങനെ അവസാനം നേരം വെളുത്തപ്പോഴാണ് ചില ആളുകൾ കണ്ടത്, തൂപ്പുകാർ വന്ന് ആ ഒരു സ്ത്രീ വന്നിട്ട് കണ്ടപ്പോൾ, ആ വികൃതമായ രൂപം കണ്ടപ്പോൾ പലരും അടുത്തില്ല. പക്ഷേ ജീവനുണ്ട് കണ്ടപ്പോ ഒരു സ്ത്രീ വന്ന് അതിന്റെ വിറയ്ക്കുന്നതായി കണ്ടപ്പോ ആ സ്ത്രീ വന്ന് ആ യുവതിയെ പുതപ്പ് വിരിച്ചുകൊണ്ട് ആകെ പുതച്ചു കൊടുത്തു. തണുപ്പിൽ നിന്ന് കുറച്ചൊരു രക്ഷ നേടി പതുക്കെ ആ യുവതി അനങ്ങാൻ തുടങ്ങിയപ്പോൾ, ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഉടൻ തന്നെ മറ്റുള്ളവരെല്ലാവരും കൂടി ആ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കിടത്തി. ഇനി എന്ത് ചെയ്യും എന്നുള്ളത് അവർക്കും അറിയുന്നില്ല, റെയിൽവേ അധികൃതർക്കും അറിയുന്നില്ല. അവസാനം റെയിൽവേയുടെ ഹോസ്പിറ്റലൊന്നും അവിടെ ഇല്ല. അടുത്ത് കാണുന്ന ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം വളരെ അടുത്താണ് ഉള്ളത്. ഒരു തീരെ പരിമിതികളുള്ള ഒരു ഹോസ്പിറ്റലായിരുന്നു. ആ ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയത്.
ആ കൊണ്ടുപോകുന്നതിനിടയിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്നത് കേട്ടു. ഈ യുവതി ഡൽഹിക്ക് പോകുന്ന യുവതിയാണ്. പത്മാവതി എക്സ്പ്രസ് കയറിയതാ. പത്മാവതി എക്സ്പ്രസ് ഒരു 11:30 രാത്രി ആയിരിക്കും കടന്നു പോയിട്ടുണ്ടാവുക. ഈ യുവതിയുടെ ശരീരത്തിലൂടെ 49 ട്രെയിനെങ്കിലും കയറി പോയിട്ടുണ്ടാവുന്നു. ശരീരത്തിലൂടെ പോയിട്ടില്ല, കാലുമേക്കൂടെ 49 ട്രെയിനെയും കടന്നുപോയി എന്നാണ് പറയുന്നത് കേട്ടു. മാത്രല്ല 7 മണിക്കൂറോളം ആ റെയിൽവേ ട്രാക്കിലെ ബോധം വന്നും ബോധം പോയും കൊണ്ടും ആ സ്ത്രീ അവിടെ കിടന്നിരുന്നത് ഇവർ പറയുന്നത് കേട്ടു. അങ്ങനെ ആശുപത്രിയിലെത്തി, ബറേലി ആശുപത്രിയിലെ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തി. അപ്പോഴാണ് അവിടുത്തെ ആശുപത്രിയുടെ പരിമിതികളെ കുറിച്ച് അറിയുന്നത്. ആശുപത്രിയിൽ അനസ്തീഷ്യ കൊടുക്കാൻ മരുന്നില്ല, മറ്റു മരുന്നുകളൊന്നുമില്ല, പ്രാഥമിക സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിൽ. അവിടെ ഒരു ഡോക്ടറും ഒരു ഫാർമസിസ്റ്റും ഉണ്ടായിരുന്നു. അവർ പറയുന്നത് കേട്ടു, ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല, നമുക്ക് എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നു. അടിയന്തര ചികിത്സ വേണം, അടിയന്തരമായിട്ട് കാല് മുറിച്ച് മാറ്റണം, കാലിന് അന്ന് നിൽക്കുന്നതൊക്കെ മുറിച്ച് മാറ്റി ഭംഗിയായിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മാത്രമാണ് ആ യുവതിക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ഇവര് ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോ യുവതി പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യേ, എനിക്ക് ഒരു അനസ്തീഷ്യം വേണ്ട, ഞാൻ ഇത് വേദന സഹിച്ചിട്ട് 7 മണിക്കൂർ റെയിൽവേ ട്രാക്കിൽ കിടന്നതല്ലേ, ഇവർ പറഞ്ഞു കേട്ടല്ലോ, 7 മണിക്കൂർ റെയിൽവേ ട്രാക്കിൽ കിടന്നതല്ലേ, ഇനി ഒരു മണിക്കൂർ കൂടി ഞാൻ വേദന സഹിക്കാൻ തയ്യാറാണ്, നിങ്ങൾ എന്റെ കാല് മുറിച്ച് മാറ്റൂ വേഗം, എനിക്ക് അടിയന്തരമായി ചികിത്സ തരൂ എന്ന് കെഞ്ചി പറഞ്ഞപ്പോൾ ആ ഡോക്ടർമാർ അതിന് തയ്യാറായി. ആ ഡോക്ടറും ഫാർമസിസ്റ്റും തയ്യാറായി, ഓപ്പറേഷനുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കാല് മുറിച്ചു. മാത്രമല്ല, ഇത് മുറിക്കുന്ന സമയത്ത് 2 കുപ്പി ബ്ലഡ് വേണമായിരുന്നു. ആ ഫാർമസിസ്റ്റും ഡോക്ടറും ഡൊണേറ്റ് ചെയ്തു എന്നുള്ളതാണ്. അത്ര നല്ല പരിചരണം ആ സ്ത്രീക്ക് കിട്ടി, ആ യുവതിക്ക് കിട്ടി. ആ യുവതി പിറ്റേ ദിവസം പേപ്പറിലൊക്കെ വലിയ സെൻസേഷനായി മാറിക്കഴിഞ്ഞു. യുവതിയുടെ ഫോട്ടോയും എല്ലാം ഭംഗിയായി പിറ്റേ ദിവസത്തെ പത്രത്തിൽ സെൻസേഷൻ ന്യൂസായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആരായിരിക്കും ആള്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആ, അറിയോ? പറഞ്ഞോ. ബുക്ക് വായിച്ചിട്ടുണ്ട്. ആ, അരുണിമ സിൻഹ എന്ന് പറയുന്ന ഒരു യുവതിയാണത്. അരുണിമ സിൻഹ 7 തവണ ഇന്ത്യക്ക് വേണ്ടി ദേശീയ വോളിബോൾ താരമായിട്ട് ഉരുപ്പിട്ട ഒരു യങ്സ്റ്റർ ആണ്, നല്ലൊരു യുവതി. ആ യുവതി പാരാമിലിറ്ററി ഫോഴ്സിനെ ഒരു ഇന്റർവ്യൂ കോൾ CISF എന്ന് പറയും, സെൻട്രൽ ഇൻഡസ്ട്രിയോ സെക്യൂരിറ്റി ഫോഴ്സ്. അവിടെ ഒരു ഹെഡ് കോൺസ്റ്റബിളിന്റെ ജോലി തയ്യാറായപ്പോ അതിനുവേണ്ടി ഇന്റർവ്യൂവിന് പോവുകയായിരുന്നു. ആ സമയത്താണ് ഈ ദുരന്ത നാടകം ഉണ്ടായത്. ഇതിനിടയിലെ സർക്കാർ ഈ വലിയ ഒരു ദുരന്തം ഇങ്ങനെ ഒരു നാഷണൽ വോളിബോൾ താരത്തിന് പറ്റിയെന്നറിഞ്ഞപ്പോൾ സർക്കാർ ഇടപെട്ടു, കായിക മന്ത്രാലയം ഏർപ്പെട്ടു. കായിക മന്ത്രാലയം ഉടനടി വെറും 25,000 രൂപ കോമ്പൻസേഷൻ ആയിട്ട് കൊടുത്തു. നഷ്ടപരിഹാരമായിട്ട് 25,000 രൂപ കായിക മന്ത്രാലയം. ഉടനടി വീണ്ടും സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ തമ്മിലുള്ള അടിയായി. അങ്ങനെ സംസ്ഥാന സർക്കാരിൽ നിന്നും ആവശ്യപ്പെട്ടിട്ട് കേന്ദ്ര മന്ത്രാലയം യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ് മിനിസ്റ്റർ മക്കൻ സിംഗ് എന്ന് പറഞ്ഞ ആള് 2 ലക്ഷം രൂപ വീണ്ടും കൊടുത്തു, അടിയന്തരമായി കൊടുത്തു. അങ്ങനെ 7 ദിവസം ആ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ ഈ കാല് മുറിച്ച ഈ ഹോസ്പിറ്റലിലെ ഞാൻ പറഞ്ഞല്ലോ പരിമിതികളെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞല്ലോ, ആ പരിമിതികൾ ഒന്ന് കേൾക്കാം. ഓപ്പറേഷൻ തിയേറ്ററിലെ ആ യുവതി കിടക്കുകയാണ്, കാല് മുറിച്ച് മാറ്റിയ കാല് അടുത്ത് വെച്ചുകൊണ്ട് അവിടെ കിടക്കുകയാണ്. ആ കാല് മുറിച്ച് കിടക്കുന്ന കാല് ഒരു തെരുവ് നായ വന്ന് ആസ്വദിക്കുന്നത് അനങ്ങാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരു യുവതിയായിരുന്നു. ആ യുവതിയുടെ പേര് അരുണിമ സിൻഹ. അരുണിമ സിൻഹ ലക്നൌവിലെ അംബേദ്കർ കോളനിയിലാണ് ജനിച്ചത്. ചെറുപ്പം മുതലേ വീട്ടിൽ 3 പേരുണ്ട്. അരുണിമയുടെ സഹോദരി ലക്ഷ്മി സിൻഹ, സഹോദരൻ രാഹുൽ സിൻഹ, ഇളയ സഹോദരൻ രാഹുൽ സിൻഹ. അങ്ങനെ 3 പേരും സ്പോർട്സിലെ അന്യായമായ താല്പര്യമുള്ളവരായിരുന്നു. എല്ലാവരും സ്പോർട്സ് താരങ്ങളായിരുന്നു. അതിലെ അരുണിമ സിൻഹ ചെറുപ്പം മുതലേ അത്ലറ്റ് ആയിരുന്നു. ഹൈസ്കൂളിലെത്തിയപ്പോൾ ഫുട്ബോൾ കളിയും സൈക്ലിങ്ങും ഉണ്ടായിരുന്നു, സൈക്ലിംഗ് ചാമ്പ്യൻ ആയിരുന്നു. കോളേജിലെത്തിയപ്പോൾ നാഷണൽ വോളിബോൾ പ്ലെയറായി. അങ്ങനെ 7 തവണ ഇന്ത്യക്ക് വേണ്ടി കളിച്ചിട്ടുള്ള
ഒരു യുവതിയാണ്, മിടുമിടുക്കിയായ ഒരു യുവതി 22 വയസ്സുള്ളപ്പോൾ സംഭവിച്ച ഒരു ദുരന്ത നാടകമാണ് ഇത്, ദുരന്ത കഥയാണ് ഇത്. ഇനിയാണ് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ. 7 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഈ സ്ത്രീയെ അടിയന്തരമായി നല്ല ചികിത്സ ലഭിക്കണം എന്ന് ഗവൺമെന്റ് നിശ്ചയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉടനടി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മാറ്റി. ഡൽഹിയിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് മാറ്റി. കാല് ശസ്ത്രം ചെയ്തു. പിന്നെ കൃത്രിമ കാല് വെക്കാൻ വേണ്ടി ഒരു ഡൽഹിയിലുള്ള ഒരു സ്ഥാപനം മുന്നോട്ട് വന്നു, കൃത്രിമ കാല് പ്രൊവൈഡ് ചെയ്തു. ആ കൃത്രിമ കാല് വെച്ച് പിടിപ്പിക്കാൻ ഈ കഥ കേട്ട, കാലില്ലാത്ത, കാല് അമ്പ്യൂട്ട് ചെയ്ത, കൃത്രിമ കാല് വെച്ച അമേരിക്കയിൽ നിന്നുള്ള ഒരു ഡോക്ടർ രാകേഷ് ശ്രീവാസ്തവ അമേരിക്കയിൽ നിന്ന് വന്ന് സഹായിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയ കഥ. അത്രയും ഭീകരമായിരുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ നിന്ന് വന്നിട്ടാണ് ഓപ്പറേഷൻ ചെയ്തത്. ഓപ്പറേഷന് കൂടെ നിന്ന് സഹായിച്ചിട്ട് കാല് മാറ്റി വെച്ചത്. ഇതിനിടയിൽ ഇങ്ങനെ ആശുപത്രിവാസം ഒരു 40 ദിവസം, ICUയിൽ ഒരു 10 ദിവസത്തോളം കിടക്കേണ്ടി വന്നു. ആശുപത്രിയിൽ ഒരു 40 ദിവസത്തെ ആശുപത്രിവാസം ഉണ്ടായിരുന്നു. ഇതിനിടയിൽ കൃത്യമായി അരുണിമ സിൻഹ പ്ലാൻ ചെയ്തു. കാരണം ഇതിനിടയിൽ ഒരുപാട് കോലാഹലം ഉണ്ടായി. കോലാഹലം എന്തായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാം. റെയിൽവേ യാത്ര സുരക്ഷിതമാണോ? ഈ മരണത്തിന് ആരാണ് ഉത്തരവാദി? റെയിൽവേ ആണോ? സ്വാഭാവികമായിട്ടും ഈ ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് നിങ്ങൾക്കറിയാം ഇല്ലേ? റെയിൽവേ കൈ കഴുകാൻ വളരെയധികം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അരുണിമ സിൻഹ ആത്മഹത്യ ചെയ്തതാണ്. ഒരു കൂട്ടർ പറയുന്നു ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്തതിനാൽ ടിക്കറ്റ് ചെക്കറെ കണ്ടപ്പോ തീവണ്ടിയിൽ നിന്ന് എടുത്തു ചാടിയതാണ്. ഒരു കൂട്ടർ പറയുന്നു അലക്ഷ്യമായി റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്നതാണ്, അപ്പോൾ ഉണ്ടായ അപകടമാണ്. ഇങ്ങനെ പലതരത്തിലുള്ള കിംവദന്തികളും കെട്ടുകഥകളും ആയിരുന്നു ഇതിനു ശേഷം കേട്ടത്. അപ്പോ അരുണിമ കാണുന്നത് എന്താ വെച്ചാൽ, ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരു ഭീരുവല്ല, ഞാൻ നാഷണൽ വോളിബോൾ താരമായി കളിച്ച അന്തസ്സായ ഒരു വ്യക്തിയാണ്, ഞാൻ ഇടതരം കുടുംബത്തിൽ നിന്നാണ് വന്നത്. എന്നിരുന്നാലും എനിക്ക് എൻ്റെ അച്ഛൻ മിലിറ്ററി ഓഫീസർ ആയിരുന്നു. 3 വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടു. ബാക്കി ഞങ്ങൾ എല്ലാവരും 3 പേരും എൻ്റെ സഹോദരിയുടെ ഭർത്താവുമാണ്, ഞങ്ങളെ എല്ലാമായ ബായിസാവാണ് ഞങ്ങളെ നോക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ടും ഇവര് ഈ നാട്ടുകാരും റെയിൽവേ അധികൃതരും ഇങ്ങനെ കിംവദന്തികൾ ഓരോന്നും പറഞ്ഞ് പരത്തുകയായിരുന്നു. അവസാനം കോടതി കേസായി. അലഹബാദ് കോടതിയിലേക്ക് എത്തി. കേസ് അനുകൂലമായി അരുണിമ സിൻഹയ്ക്ക് വിധിച്ചു. 5 ലക്ഷം രൂപ റെയിൽവേയോട് കോമ്പൻസേഷൻ കൊടുക്കാൻ ആവശ്യപ്പെട്ടുള്ള വിധി ഉണ്ടായി. ഇങ്ങനെ ആശുപത്രി കിടക്കയിൽ കിടക്കുമ്പോൾ അരുണിമയ്ക്ക് മോഡലായത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ക്യാൻസർ 2012 യുവരാജ് സിംഗ് ക്യാൻസർ ബാധിച്ച്, ലങ്സ് ക്യാൻസർ ബാധിച്ച് അമേരിക്കയിൽ പോയി കീമോതെറാപ്പി ചെയ്ത് മിടുക്കനായി തിരിച്ചു വന്ന് വീണ്ടും കളികളത്തിൽ ഇറങ്ങിയത്. ശരിയല്ലേ? യുവരാജ് സിംഗിനെ കേട്ടിട്ടില്ലേ? യുവരാജ് സിംഗ് ഇന്ത്യൻ ക്രിക്കറ്റ് താരം യുവരാജ് സിംഗിന് ഇതുപോലെ ലങ്സ് ക്യാൻസർ ആയിരുന്നു. ലങ് ക്യാൻസർ സമയത്ത് അദ്ദേഹം അമേരിക്കയിൽ പോയി കീമോതെറാപ്പി ചെയ്ത് ഭംഗിയായി തിരിച്ചു വന്ന് വീണ്ടും കളിക്കളത്തിൽ ഇറങ്ങി ക്രിക്കറ്റ് 2020 ഒക്കെ കളിച്ച് മെഡലുകൾ ഇങ്ങനെ നേടിക്കൊണ്ടിരിക്കുക. ഇത് ഈ മറ്റേ യുവരാജ് സിംഗ് ആയിരുന്നു അരുണിമയ്ക്ക് റോൾ മോഡലായിരുന്നത്. ഞാനും ഇതുപോലെ എൻ്റെ പരിമിതികളിൽ നിന്ന് ഞാൻ ഉയരും. മാത്രമല്ല എനിക്ക് എൻ്റെ നാട്ടുകാർക്ക് ഞാൻ ഭീരുവല്ല, ആത്മഹത്യ ചെയ്തതല്ല എന്ന് തെളിയിച്ചു കൊടുക്കണം എന്ന് ഉറക്കെ മനസ്സിൽ തീരുമാനിച്ചു. ഉറക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മനസ്സിൽ തീരുമാനിച്ച് ഇങ്ങനെ കിടക്കുകയാണ്. എല്ലാ ദിവസവും കൃത്യമായി എയിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന നേരത്ത് അരുണിമ പത്രം വായിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം പത്രത്തിലെ ഒരു സപ്ലിമെന്റ് കണ്ടത് മൗണ്ടനറിങ്ങിനെ കുറിച്ചായിരുന്നു. ഹിമാലയത്തിലെ എവറസ്റ്റ് എങ്ങനെ കീഴടക്കാമെന്ന് ഉള്ള കാര്യങ്ങളും അതിലെ 14 വഴികളിൽ കൂടി ആളുകൾ പോയി എവറസ്റ്റ് കീഴടക്കിയെന്നും 15ാമത്തെ വഴി ദുർഘടം പിടിച്ചത് ആരും കീഴടക്കിയിട്ടില്ല എന്നും പറഞ്ഞു. അപ്പോൾ എങ്ങനെ അറിഞ്ഞു? പത്രത്തിൽ നിന്ന് അറിഞ്ഞപ്പോൾ അരുണിമ സിൻഹ ആദ്യമായി അരുണിമയുടെ ആഗ്രഹം പറഞ്ഞത് വേറെ ആരോടല്ല, ചേട്ടത്തിയുടെ ഭർത്താവായ ബായിസാവിനോടായിരുന്നു ആദ്യം പറഞ്ഞത്. ബായിസാവ് ഈ കാലില്ലാത്ത കൃത്രിമകാല് വെച്ച ഈ അരുണിമയെ കൊണ്ട് ഒന്നും പാലിച്ചില്ല, മൗനം പാലിച്ചു. അതിനുശേഷം പറഞ്ഞു,
നീ തെരഞ്ഞെടുത്ത വഴി ശരിയാണെങ്കിൽ നീ തെരഞ്ഞെടുക്കൂ, നീ വിജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഭായ് സാബ് പറഞ്ഞത് ഒരു വല്ലാത്ത പ്രചോദനം നൽകി. പക്ഷേ ഹോസ്പിറ്റൽ അധികൃതരോടും ഡോക്ടർമാരോടും ഒക്കെ പറഞ്ഞപ്പോൾ അവരെല്ലാവരും നിരുത്സാഹപ്പെടുത്തിയാണ്. ഒരു പ്രതീക്ഷയുടെ ഒരു കണിക പോലും അവർ നൽകിയില്ല. പ്രതീക്ഷയുടെ ഒരു കണിക പോലും അവർ നൽകിയില്ല. അവർക്ക് ഇത് എങ്ങനെ ഈ അഗ്നിമ തരണം ചെയ്യുമെന്നുള്ളത് അറിയാതെ വളരെ കഷ്ടപ്പാട് കൊണ്ട് വളരെ ദുഃഖമാണ് തോന്നിയത് ഈ ഒരു തീരുമാനമെടുത്തല്ലേ. പക്ഷേ അഗ്നിമ ഈ തീരുമാനത്തിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചില്ല. അഗ്നിമ വീണ്ടും ഇതിന്റെ വഴികളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഭായ് സാബ് പിന്നെ വീണ്ടും പല റെക്കോർഡുകളും ഇന്ത്യയിൽ നടന്ന മൗണ്ടനറിങ്ങിന്റെ റെക്കോർഡുകളെല്ലാം പരിശോധിച്ചുകൊണ്ട് പറഞ്ഞു, അഗ്നിമയോട് പറഞ്ഞു, ഇതുവരെ ആരും കൃത്രിമകാലം ഉപയോഗിച്ച് എവറസ്റ്റ് കീഴടക്കിയിട്ടില്ല. അത് പറഞ്ഞത് ഒരു ഭയങ്കര പ്രതീക്ഷയായിരുന്നു ആൾക്ക്. ആരും തന്നെ കൃത്രിമകാലം ഉപയോഗിച്ച് എവറസ്റ്റ് കീഴടക്കിയിട്ടില്ല, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയില്ല എന്ന് പറഞ്ഞത് അഗ്നിമയ്ക്ക് വളരെ ഒരു പ്രതീക്ഷ ഉണർത്തി. കാരണം ഞാനായിരിക്കും ആദ്യത്തെ കൃത്രിമകാലം വെച്ചുകൊണ്ട് എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നത് എന്നുള്ളതിനുള്ള ഒരു ശുഭപ്രതീക്ഷയായിട്ട് അഗ്നിമ അതെടുത്തു. ഇതിനിടയിൽ അവിടെ വന്ന ഒരു മാധ്യമ പ്രവർത്തകയോട് മൗണ്ടനറിങ്ങിന്റെ ആദ്യം കയറിയ ഭാരതത്തിലെ ഇന്ത്യൻ വനിത ആരാണ്? ആർക്കെങ്കിലും അറിയോ? ആദ്യം കയറിയ ഇന്ത്യൻ വനിത ബജേന്ദ്രി പാലാണ്. ബജേന്ദ്രി പാലിനെ കുറിച്ച് അറിയാൻ വേണ്ടി ഒരു മാധ്യമപ്രവർത്തകയോട് അങ്ങോട്ട് ഫോൺ നമ്പറൊക്കെ ചോദിച്ചു. ഫോൺ നമ്പർ കിട്ടി വിളിച്ചു. എനിക്ക് നിങ്ങളെ കാണണം, എൻ്റെ അവസ്ഥ ഞാൻ പറയാം, എനിക്ക് നേരിട്ട് വന്ന് നിങ്ങളുമായി കാണാൻ ഒരു അവസരം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. നേരെ 40 ദിവസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് നേരെ പോയത് വേറെ ഒരിടത്തിലേക്കല്ല, ബജേന്ദ്രി പാലിന്റെ വീട്ടിലേക്കാണ്. നേരെ ജാംഷഡ്പൂരിലേക്ക് നേരെ ഇറങ്ങി. കാരണം വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്തുണ്ടാവും? നിങ്ങൾ പറയും, വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്താണ്ടാവുക? സിമ്പതി അല്ലേ? സിമ്പതി, സഹതാപ വോട്ടുകൾ അല്ലേ? സഹതാപങ്ങൾ ഇങ്ങോട്ട് ചൊരിയും. സഹതാപങ്ങൾ ചൊരിയാൻ മാത്രമല്ല നിരുത്സാഹപ്പെടുത്തലും ഉണ്ടാവും. നിങ്ങൾക്കൊന്നും ഇത് പറ്റില്ല, നീ ഭ്രാന്ത് പറയാണോ? നിനക്ക് മല കയറാൻ പറ്റുമോ? ഒരു കാല് കംപ്ലീറ്റ് ആംപ്യൂട്ടഡ്, കംപ്ലീറ്റ് മുറിച്ച് കളഞ്ഞിരിക്കുന്നു. രണ്ടാമത്തെ കാലില് 3 റോഡുകൾ ഇട്ടിട്ടാണ് ആ കാലം നിലനിർത്തുന്നത്. ഇടത് കാല് മുറിച്ച് കളഞ്ഞു, വലത് കാല് 3 സ്റ്റീൽ റോഡുകൾ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇതും വെച്ച് നിനക്ക് എങ്ങനെ മല കയറാൻ കഴിയും എന്നുള്ളതാണ് ആളുകൾ പറഞ്ഞ് കളിയാക്കുമെന്നുള്ളത് അവർക്ക് തീർച്ചയായിരുന്നു. കാരണം ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല. ഈ കാര്യം മുന്നോട്ട് വെച്ചപ്പോൾ ആകെ കൂടി സപ്പോർട്ട് ചെയ്തത് സഹോദരിയുടെ ഭർത്താവ് മാത്രമാണ്. പിന്നെ വേറെ ആരും തന്നെ സപ്പോർട്ട് ചെയ്തില്ല. നേരെ ജാംഷഡ്പൂരിലെത്തി ബജേന്ദ്രി പാലിനെ കണ്ടു. ബജേന്ദ്രി പാല്, മകളെ, നിന്റെ ഈ ദാരുണമായ സംഭവം എനിക്കറിയാം, പക്ഷെ നിന്റെ കണ്ണുകളിലുള്ള അരുണിമമായ പ്രകാശം, അരുണിമ എന്ന് പറഞ്ഞാൽ ആ വാക്കറിയല്ലോ, സൂര്യപ്രകാശം, ആ സൂര്യപ്രകാശം ഞാൻ കാണുന്നു. നിന്റെ കണ്ണുകളിൽ ഞാൻ കാണുന്നു. നിന്റെ മനസ്സ് ഓൾറെഡി എവറസ്റ്റ് കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി അത് പൂർത്തിയാക്കി കാണിക്കുക, ജനത്തെ പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഉള്ളത് എന്ന് രണ്ടാമതായി പറഞ്ഞ സപ്പോർട്ട് കിട്ടിയ, ഫുൾ സപ്പോർട്ട് നൽകിയ ഒരു വ്യക്തിയാണ് ബജേന്ദ്രി പാൽ. ബജേന്ദ്രി പാൽ എല്ലാ സഹായങ്ങളും നൽകി. നേരെ ബജേന്ദ്രി പാല് ഉത്തരകാശിയിലുള്ള നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൗണ്ടനറിങ് അവിടേക്ക് പറഞ്ഞേച്ച് അടിസ്ഥാന പർവ്വതാരോഹണ കോഴ്സ് പൂർത്തിയാക്കി. അതിനുശേഷം വീണ്ടും കാര്യങ്ങളൊക്കെ അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായി. അടിസ്ഥാനാരോഹണ കോഴ്സ് കഴിഞ്ഞപ്പോഴും കാണുന്നത് എന്താണെന്നറിയോ? അരുണിമ ഈ പ്രാക്ടീസ് ചെയ്യുന്ന നേരത്ത് എപ്പോഴും ശരീരം പോലും താങ്ങാൻ പറ്റുന്നില്ല. കാലുകൾക്ക് അവളുടെ ശരീരം പോലും താങ്ങാൻ പറ്റുന്നില്ല. പിന്നെ എങ്ങനെ കയറും? അവളുടെ ശരീരം താങ്ങാൻ പറ്റാത്തത് കൊണ്ട് ഒരു കാല് ആംപ്യൂട്ടഡ്, കൃത്രിമകാല്, ഒരു കാല് റോഡുള്ള കാല്, ഇതും വെച്ച് ശരീരം താങ്ങുന്നില്ല, അവളുടെ വെയിറ്റ് താങ്ങുന്നില്ല. മാത്രല്ല ഈ എവറസ്റ്റ് കയറുമ്പോ കുറച്ച് കാര്യങ്ങൾ കൊണ്ടുപോകണം. ഭാരം ചോക്കണം. എത്ര ഭാരം ചോക്കണം എന്നറിയോ?
എത്ര ഭാരം ചോക്കണം എന്നറിയോ? 32 കിലോളം ഭാരം ചോക്കണം. 14 കിലോ ഉള്ള ഓക്സിജൻ, 2 ബാഗ് ഓക്സിജൻ, 14 കിലോ ഉള്ള 2 ബാഗ് ഓക്സിജൻ. പിന്നെ സ്ലീപ്പിംഗ് ബാഗ്, ടെന്റ്, മഴു, കയർ, ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ഫ്ലാസ്ക്, ചോക്ലേറ്റ്. ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റില്ല. അവസാനത്തെ 15 ദിവസം ഭക്ഷണമില്ല, ചോക്ലേറ്റും വെള്ളം മാത്രമേ ഉള്ളൂ അവസാനത്തെ 15 ദിവസം. ഒരു സാധാരണ ഒരു മല കീഴടക്കാൻ, എവറസ്റ്റ് കീഴടക്കാൻ സാധാരണ ആളുകൾ 45 ദിവസം മുതൽ 60 ദിവസം വരെ എടുക്കാറുണ്ട്. ചിലർ 45 ദിവസത്തിലും കയറിയവരുണ്ട്, അതിന് കുറഞ്ഞ ദിവസങ്ങളിലും കയറിയവരുണ്ട്. സാധാരണ കോമൺ ആയിട്ട് പറയുന്നതാണ് 45 മുതൽ 60 ദിവസം വരെ മല കയറാൻ എടുക്കുന്നത്. അപ്പൊ ബേസ് ക്യാമ്പ് എന്ന് പറഞ്ഞിട്ട് ബേസ് ക്യാമ്പ് 4 എണ്ണം ഉണ്ട്. 4 ഘട്ടങ്ങളായിട്ടാണ് മല കീഴടക്കേണ്ടത്. 4 ബേസ് ക്യാമ്പുകളുണ്ട്. ഒന്നാം ബേസ് ക്യാമ്പ് ഏകദേശം 6,50 എന്നാണ്, 6,000 എന്ന് ഉദ്ദേശിച്ചുള്ളൂ. 6,000 കിലോമീറ്റർ മുകളിലാണ് ഒന്നാമത്തെ ബേസ് ക്യാമ്പ്. 6,000 മീറ്റർ നമുക്ക് കയറണട്ടാ, ചില്ലറ പണിയല്ല. ഒരു 10 ദിവസം. അത് കഴിഞ്ഞ ഒരു 400 മീറ്റർ, 6,400 മീറ്റർ സെക്കൻഡ് ബേസ് ക്യാമ്പ്. തേർഡ് ബേസ് ക്യാമ്പ് 7,000, 7,200, 100 ഏറ്റണ വരുന്നത് 7,000. അതിന് മുകളിൽ 4ാമത്തെ ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡെത്ത് സോൺ എന്ന് പറയും. ഡെത്ത് സോൺ എന്ന് പറഞ്ഞാൽ അവിടെ ആളുകൾ മരിച്ചു വീഴും. കാരണം ലോ പ്രഷറാണ്, ഓക്സിജൻ ഇല്ല. അവിടുന്ന് 3ാമത്തെ ക്യാമ്പ് തൊട്ട് നമുക്ക് ഓക്സിജൻ കയറി വേണ്ടി വരും, നന്നായി വേണ്ടി വരും. 3ാമത്തെ ക്യാമ്പ് തൊട്ട് വേണ്ടി വരും. ഈ സെറ്റപ്പോട് കൂടി വേണം പോകാൻ. അപ്പോൾ അരുണിമ എന്ത് ചെയ്തു? അരുണിമ ഓരോ ദിവസവും കല്ലുകൾ എടുത്ത് കൊണ്ട് ചുമന്നുകൊണ്ടിരുന്ന ഈ ക്യാമ്പിൽ, ബേസ് ക്യാമ്പിൽ നടന്നിരുന്നു. കല്ലുകൾ എടുത്ത് ചുമന്ന് ബേസ് ക്യാമ്പിൽ നടന്നിരുന്നു. അങ്ങനെ കുറേശ്ശെ വെയിറ്റ് എടുത്താണ് അരുണിമ വെയിറ്റ് എടുത്ത് ഈ കാലുമേ ഭാരം താങ്ങാവുന്ന തരത്തിലാക്കി മാറ്റിയത്. അങ്ങനെ നിരന്തര കഠിന പ്രയത്നത്തിലൂടെയാണ് അരുണിമ ഒരു വിധം അങ്ങടെ ഒപ്പിച്ചെടുത്തു. അങ്ങനെ അരുണിമ ഏപ്രിൽ 1-ാം തീയതി തുടങ്ങിയ യജ്ഞം 2013 ഏപ്രിൽ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്തു. ബേസ് ക്യാമ്പിൽ നിന്ന്, 1ാമത്തെ ബേസ് ക്യാമ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. 1ാമത്തെ ബേസ് ക്യാമ്പിൽ തന്നെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ് ഫോളിംഗ് ഉണ്ടാവും. മേത്തും ഒക്കെ നല്ല ഐസ് കൊണ്ട് എയർ കിട്ടും എന്ന് പറയില്ലേ, ഐസ് കൊണ്ട് എയർ കിട്ടും. അപ്പൊ അവിടെ ടെന്റൊക്കെ വെച്ചിട്ട് നിന്ന് ഓടിച്ചെന്ന് ടെന്റിലേക്കൊക്കെ കയറണം. അപ്പൊ അതിനുള്ള സംഭവങ്ങളൊക്കെ നോക്കി. അപ്പൊ അത് സക്സസ് ആയി, അത് വലിയ കുഴപ്പമില്ല. പക്ഷെ ഈ ഭാരമൊക്കെ ചുവന്ന് പോകുമ്പോഴും കുറെ നേരം വൈകുന്നുണ്ട്. അരുണിമ, നിനക്ക് സാധിക്കില്ല, നീ തിരിച്ചു പോകുമോ എന്ന് പല ആളുകളും ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഓരോ നിരുത്സാഹപ്പെടുത്തലും അവൾക്ക് പ്രചോദനമായിരുന്നു. അവൾ അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ട് പതുക്കെ എല്ലാം ഭംഗിയായിട്ട് തീർന്നു. അങ്ങനെ 3ാമത്തെ ക്യാമ്പിൽ വരെ എത്തിയപ്പോ, 3ാമത്തെ ക്യാമ്പിലേക്ക് എത്തിയപ്പോ അവളുടെ കൂടെ 6 പേരുണ്ടായിരുന്നു. എവറസ്റ്റ് കൊടിമുടി കയറാൻ 6 പേരുണ്ടായിരുന്നു. 6 പേരിലെ 5 പേരും കയറിപ്പോയി. 4ാമത്തെ ബേസ് ക്യാമ്പിൽ നിന്ന് കയറിപ്പോയി തിരികെ എത്തി. ഇവൾക്ക് കയറാൻ പറ്റിയില്ല. ഇവൾ വീണ്ടും 10 ദിവസം എടുത്തിട്ടാണ് കയറിയത്. അവരെല്ലാവരും 45 ദിവസം കൊണ്ട് കയറിയപ്പോൾ ഇവൾ 10 ദിവസമല്ല, 52 ദിവസം എടുത്തിട്ടാണ് കയറിയത്. പക്ഷേ ഇവള് കയറുമ്പോ ആ കാൽമുട്ട്, ആംബ്യൂട്ടർ കാൽമുട്ടിൽ നിന്ന് അവളുടെ ഈ കാല് ഇളകി പോരുന്നുകൊണ്ടിരുന്നു. മാത്രമല്ല അത് വീണ്ടും പാറയിലിരുന്നു ഉറപ്പിച്ച് വീണ്ടും കയറി. അങ്ങനെ കഠിന പ്രയത്നം ചെയ്യേണ്ടിയിരുന്നു. അവര് പറയുന്ന പോലെ അവൾക്ക് ഓടിക്കയറാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ അവർ തിരിച്ചു വരുമ്പോഴും പറഞ്ഞു, അരുണിമ, നിന്നെ കൊണ്ട് സാധിക്കില്ല, നീ തിരിച്ചു പോ, ഇനി പിന്നെ ഒരു ദിവസം കയറാം, ഇനിയും ഉണ്ടല്ലോ സമയം, നീ പേടിക്കാതിരിക്കും, നീ തിരിച്ചു പോകോ എന്ന് പറഞ്ഞു. 8,000 കിലോമീറ്റർ എത്തിയിട്ട് ഇനി 848 കൂടി ഉള്ളോ. ലാസ്റ്റ് ബേസ്, 4th ബേസ് ക്യാമ്പിലെത്തിയില്ലേ. ഇനി 8,000 കിലോമീറ്ററായി, 8,000 മീറ്ററായി. ഇനി 848 മീറ്റർ കൂടി കയറിയാ എവറസ്റ്റ് കീഴടക്കാം. പിന്നെ അവിടെ നിന്നിട്ട് പോകാൻ പറഞ്ഞാൽ രണ്ടാമതൊരു പ്രയത്നത്തിന് ഇടയാക്കില്ലേ. അതിനിടയിൽ അത് കയറാൻ തുടങ്ങി. അങ്ങനെ കയറാൻ തുടങ്ങി. ഇപ്പോ അവിടെ ഹിലാരി ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം 8,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഡെത്ത് സോൺ എന്ന് പറഞ്ഞു ഞാൻ. 8,000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒരു 50 മീറ്റർ കയറിയ ഡെത്ത് സോണാണ്. ഡെത്ത് സോൺ തന്നെ അവിടെ ഒരുപാട് മരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. മരിച്ചിട്ടുള്ള ആളുകളെ ശരീരമൊന്നും കൊണ്ടുപോകില്ല, അവിടെ തന്നെ കുത്തിയിരിക്കുന്നുണ്ടാവും. അവിടുത്തെ നാട്ടുകാരെ ചില എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വന്നൊരു അൽമാ മേറ്റർ എന്ന് പറഞ്ഞിട്ടൊക്കെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അവിടെ അൽമാ മേറ്റർ ഞങ്ങളുടെ കോളേജിൽ നിന്ന് പോയ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ കയറി വരുന്നവരെ ആ
ആ ശരീരം ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ബോർഡൊക്കെ വയ്ക്കും. അതുപോലെ രാജ്യത്തിന്റെ ബോർഡ് വയ്ക്കും, പേര് എഴുതി വയ്ക്കും. അങ്ങനെ മരിച്ച ആളുകളുടെ അസ്ഥികൂടങ്ങൾ കാണാം. മരിച്ച ആളുകൾക്കൊന്നും ഐസാണ് 40 മുതൽ 60 ഡിഗ്രി മൈനസ് ആണ് കേട്ടാ. എത്രയാണ്? -40 തൊട്ട് -60. ശരീരങ്ങളുടെ ഈ പറഞ്ഞില്ലേ ഡെത്ത് സോണിൽ എത്തുമ്പോൾ ലോ ഓക്സിജൻ ആണ്, എയർ പ്രഷർ ഭയങ്കരമാണ്. എയർ പ്രഷർ ലോ ആയിരിക്കും, ഓക്സിജൻ ലെവലും ഉണ്ടാവില്ല. എയർ പ്രഷർ ലോ ആകുമ്പോൾ എന്താ പെട്ടെന്ന് നമ്മുടെ കൈകളിലും കാലുകളിലും മേത്തുള്ള സെല്ലുകളൊക്കെ പെട്ടെന്ന് ചുവന്ന കളറായിട്ട് വരും. ചുവന്ന കളറായി കുറച്ച് കഴിയുമ്പോഴേക്കും നീല കളറാവും. നീല കളറായി പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ബ്ലാക്ക് കളറായി തീരും. ബ്ലാക്ക് കളറായി കഴിഞ്ഞാൽ പിന്നെ മുറിച്ച് മാറ്റാൻ മാത്രമേ പറ്റുള്ളൂ. അങ്ങനെയാണ്. അപ്പൊ ഈ ഡെത്ത് സോണിൽ നിന്ന് ഇനി കയറാൻ, ഡെത്ത് സോണിലെത്തി, ഡെത്ത് സോണിൽ നിന്ന് കയറി പോകാനുള്ള 50 മീറ്ററും കയറി ഡെത്ത് സോണിലെത്തി. അവിടെ എത്തിയപ്പോഴും ആളുകൾ പറഞ്ഞു, ഇനി തിരിച്ചു പോകാൻ നല്ലത്, നിനക്ക് പറ്റില്ല, നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പലരും പറഞ്ഞെങ്കിലും നിശ്ചയദാർഢ്യത്തോടു കൂടി തന്നെ അരുണിമ പതുക്കെ കയറാൻ തുടങ്ങി. എല്ലാവരും കയറി കഴിഞ്ഞിട്ടും ഇവളെത്തിയില്ല. അവരെല്ലാം കഴിഞ്ഞ് കയറി വന്നിട്ട് ഒരു ദിവസം കൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ എത്തുന്നത്. അപ്പൊ ആ സമയം എടുക്കുന്നത് കണ്ടല്ലോ. അത്രയും കഷ്ടപ്പെട്ട് വളരെ ഉറച്ച മനസ്സോടെ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെയാണ് അവൾ കയറി ഇങ്ങനെ പോകുന്നത്. അവളുടെ കൂടെ അപ്പോൾ ഒരു സഹായിക്കാനായിട്ട് ഒരു ഗൈഡ് ഉണ്ട്, ഷെർപ്പ, നിമ എന്ന് പറഞ്ഞിട്ടൊരു ഷെർപ്പയാണ് അവളുടെ കൂടെ ഉണ്ടായിരുന്നത്. നിമ പലപ്പോഴും, അരുണിമ നീ ആത്മഹത്യയുടെ മുന്നിലേക്കാണ് പോകുന്നത്, നീ തിരിച്ചു വരൂ, ഇനി തിരിച്ചു പോവുകയാണ് നല്ലത്, ഇനിയും ഉണ്ടല്ലോ സമയം, നീ ഇവിടെ ബേസ് ക്യാമ്പിൽ വന്ന് റെസ്റ്റ് ചെയ്യൂ എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു നോക്കി. അതൊന്നും അവൾ കൂട്ടാക്കില്ല. അവൾ കയറി അങ്ങനെ 52-ാം ദിവസം, ഏപ്രിൽ 1 തുടങ്ങിയതാണ്, മെയ് 21-ാം തീയതി അവൾ ഇന്ത്യയുടെ പതാക അവിടെ പറപ്പിച്ചു. ഇന്ത്യയുടെ പതാക ആഞ്ഞു കുത്തിക്കൊണ്ട് അവിടെ പറപ്പിച്ചു. അവിടെ നിന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോ ഈ സാധാരണ ഈ മൗണ്ടനറിയൻസ് അവിടെ എത്തിക്കഴിഞ്ഞാൽ ഉടനടി 2 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചു വരും. 2 മിനിറ്റ് കൊണ്ട് തന്നെ തിരിച്ചു പോരും. കാരണം ഡേഞ്ചറസ്, അവിടെ നിൽക്കുന്നത് അധികം ശാശ്വതമല്ല. പെട്ടെന്ന് ഐസ് ഉരുകി പെട്ടെന്ന് വീഴാനും ഇതിനൊക്കെ സാധ്യതയുള്ളതാണ്. അപ്പോൾ ഹിലാരി ബ്രിഡ്ജിൽ വന്നിട്ട് പിന്നെ ഇടിക്കുക. 50 മീറ്റർ താഴെയുള്ള ഹിലാരി ബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഹിലാരി ആദ്യം ഇറങ്ങിയ സ്റ്റെപ്പാണ്, അതുകൊണ്ടാണ് ഹിലാരി ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അത് റെയിൻബോ വാലി എന്നും പറയും അതിനെ. അപ്പോ അവിടെ എത്തിക്കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ആള് ബാക്കി ഉണ്ടാവില്ല. അത്രയും സ്ട്രോങ് ആയിട്ടുള്ള പാറകെട്ടുകളാണ്. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു തന്നെ അവിടെ നിന്നു. അവിടെ എത്തിയ വഴിക്ക് ഗൈഡിനെ വിളിച്ച് പറഞ്ഞു, എൻ്റെ സന്തോഷം അറിയിക്കാൻ വേണ്ടി എനിക്ക് ഫോൺ വല്ലതും ഉണ്ടോ, സാറ്റലൈറ്റ് ഫോൺ ഉണ്ടോ? ഇവളുടെ കയ്യിൽ ഫോണുണ്ട്, ക്യാമറകളുണ്ട്, 2 ക്യാമറ, ഒരു ക്യാമറയ്ക്ക് വരെ 2 ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാമറയിൽ ബാറ്ററി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ക്യാമറ കൊടുത്തിട്ട് നിമോട് പറഞ്ഞു, ഗൈഡിനോട് പറഞ്ഞു, ഫോട്ടോ എടുക്കൂ, എൻ്റെ സ്റ്റിൽ എടുക്കൂ. അരുണിമ, നിന്റെ ഓക്സിജൻ തീരാറായി, വേഗം ഇറങ്ങൂ, ഇനി ഓക്സിജൻ തീർന്നു കഴിഞ്ഞാൽ നിനക്ക് രക്ഷയില്ല, നീ മരണാമുഖം കാണാണ്, നീ ഉടനടി ഇറങ്ങൂ. അവിടെ എത്തിയിട്ട് പെട്ടെന്ന് വീഡിയോ ഫോട്ടോ എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറഞ്ഞാൽ ഇറങ്ങൂ. അരുണിമയുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സാക്ഷാത്കരിച്ചത്. അരുണിമ ഇറങ്ങിയില്ല. ഒരു വീഡിയോ കൂടി എടുത്തിട്ടാ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചു. അങ്ങനെ 6 മിനിറ്റ് അവിടെ ചെലവഴിച്ചുകൊണ്ടാണ് അരുണിമ അവിടുന്ന് ഇറങ്ങാൻ തുടങ്ങിയത്. വീഡിയോ കൂടി എടുത്തു. വീഡിയോ എടുക്കുമ്പോൾ അരുണിമേനെ പലപ്പോഴും വാണിങ്ങിയിരുന്നു. വളരെ ദേഷ്യത്തോടു കൂടിയാണ് ആ ഗൈഡ് നിമ ഫോട്ടോ എടുത്തത്, വീഡിയോ ഒക്കെ എടുത്തത്. കാരണം മരണം മുന്നിൽ കാണണേ, ഓക്സിജൻ തീർന്നു, ഇനി വളരെ കുറച്ചുള്ളൂ. അപ്പോ ഗൈഡ് തീർത്തും പറഞ്ഞു, ഇറങ്ങി വാ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടും വരുന്നില്ല. അവസാനം ഈ 7 മിനിറ്റ് ആയപ്പോ എല്ലാം പരിപാടി കഴിഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അരുണിമ പതുക്കെ ഇറങ്ങി. അവിടെ നിന്ന് സാറ്റലൈറ്റ് ഫോണിൽ കൂടെ വിളിച്ചു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ സാറ്റലൈറ്റ് ഫോണൊന്നും ഉണ്ടായിരുന്നില്ല. ബേസ് ക്യാമ്പ് 1-ലെത്തുമ്പോഴാണ് സാറ്റലൈറ്റ് ഫോൺ കിട്ടി. ഭജേന്ദ്രിപാലിനെയും മറ്റേ സ്വന്തം അമ്മയും വിളിച്ചു പറയുന്നത് അപ്പോഴാണ്. അവൾക്ക് 2 അമ്മമാരുണ്ടെന്ന് പറയാം. ഭജേന്ദ്രിപാൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ മൗണ്ടനറി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ തിരക്കും. അവളെ സ്നേഹത്തോടെ വഴക്ക് പറയും. നീ ഇങ്ങനെ വായ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് വഴക്ക് പറഞ്ഞുകൊണ്ടും അവളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു വ്യക്തി ഭജേന്ദ്രിപാലായിരുന്നു. അതുപോലെ അവളുടെ കുടുംബമായിരുന്നു. ബാക്കി ആരും തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അവസാനം അവള് അവിടെ എത്തി. ആ ഇന്ത്യയുടെ പതാക ഉയർത്തി നാഷണൽ ഫ്ലാഗിനെ മുത്തമിട്ടുകൊണ്ട് എടുത്ത വീഡിയോ
വളരെ ഭംഗിയായി നമ്മളൊക്കെ കാണാൻ നമുക്ക് കഴിയും. മാത്രമല്ല ഇനിയും ഇത് അവസാനിച്ചിട്ടില്ല. അവളുടെ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. എവറസ്റ്റ് എന്നുള്ളത് ഒരു തുടക്കം മാത്രമായിരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായ എവറസ്റ്റ് കീഴടക്കി 2013 കീഴടക്കിയത്. 14 5 കൊടുമുടികൾ കീഴടക്കി. എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും കൊടുമുടികൾ, ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ, ഓസ്ട്രേലിയയിലെ യൂറോപ്പിലെ എൽബ്രസ്, ഓസ്ട്രേലിയയിലെ കോസിസോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ മൗണ്ടനുകളും എല്ലാ കൊടുമുടികളും അവൾ കീഴടക്കി താഴേക്ക് ഇറങ്ങി. താഴെ ഇറങ്ങുമ്പോൾ ഒരു 8000 ലാസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ താഴെ ഓക്സിജൻ തീർന്ന് അവൾ വീണപ്പോൾ നീ വീഴാനുള്ളതല്ല, നീ എഴുന്നേൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് നീമ വിളിച്ചുണർത്തി. പിന്നെ കുറച്ചും കൂടി അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഒരു ബ്രിട്ടീഷുകാരൻ ഒരു ഓക്സിജൻ സിലിണ്ടർ തിരിച്ചു പോകുമ്പോൾ ഒരു ഓക്സിജൻ സിലിണ്ടർ താഴേക്ക് കളഞ്ഞു. അധികമുള്ള ഓക്സിജൻ സിലിണ്ടർ, കാരണം വേഗത്തിൽ ഓടിപ്പോയിണ്ടാവും, അല്ലെങ്കിൽ അവരുടെ മുമ്പ് പോയ ആൾക്കാരുടെ കയ്യിലുണ്ടായിരിക്കാം. കാരണം അവർ ഒരു ദിവസം മുമ്പ് എത്തിയല്ലോ, അതുകൊണ്ട് അവരുടെ കയ്യിൽ ബാലൻസ് ഉണ്ടായിരിക്കാം. അവർ താഴെ ഇറങ്ങിപ്പോയത് ഓക്സിജൻ കിട്ടി. ആ ഓക്സിജൻ കൊണ്ടുപോകും. അപ്പോൾ നീമ പറഞ്ഞു യു ആർ ലക്കി എന്ന് പറഞ്ഞു. അനിമ പറഞ്ഞു ഞാൻ ഭാഗ്യത്തിലോ നിർഭാഗ്യത്തിലോ ഒന്നും വിശ്വസിക്കുന്നില്ല. ഭാഗ്യം തുണയ്ക്കുന്നത് ആത്മവിശ്വാസമുള്ളവർക്ക് മാത്രമാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ നിങ്ങളെയൊക്കെ ഭാഗ്യം തുണയ്ക്കുന്ന എന്ത് വേണം? നിങ്ങൾക്കൊക്കെ നല്ല കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, ഡിറ്റർമിനേഷൻ, അല്ലേ? സ്ട്രോങ് ഡിറ്റർമിനേഷൻ, നിശ്ചയദാർഢ്യം ഉണ്ടാവണം. ഞാൻ വിജയിക്കും എന്നുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങൾ ഈ അരുണിമയുടെ ഈ ജീവിത സംഭവ കഥ പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ നൽകിക്കൊണ്ട്, വിജയാശംസ നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ഈ കഥ പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നമുക്ക് അടുത്തത് നമുക്ക് എല്ലാവരും സുപരിചയമാണ് ടീച്ചറെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചയമാണ്. ഒരു ടീച്ചറാണ്, ആയിട്ട് 8ാമത്തെ ഡിപ്പാർട്ട്മെന്റായിട്ട് വർക്ക് ചെയ്യാണ് സ്കൂളിൽ. ഒരു ടീച്ചർ നിങ്ങളോട് 4 വാക്ക് സംസാരിക്കുന്നതാണ്. ഇതുപോലെ നമസ്കാരം. സാറ്, ഭാസ്കരൻ, അജീവ് സാറ്, ജയൻ സാറ്, മറ്റേ ഇവിടുത്തെ എല്ലാ ഭാരവാഹികളെ, എന്നെ പ്രിയപ്പെട്ട കുടുംബങ്ങളെ, രാവിലെ സ്കൂളിലേക്ക് പോയിട്ടുള്ളവരാണ് തോന്നുന്നത്. ചെയ്യുവാക്കി ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ട് വേഗം വീട്ടിൽ പോകണം തോന്നുന്നുണ്ട്. ഉണ്ടോ? മുഖത്തൊരു ക്ഷീണക്കാറുണ്ട്. പോണെന്ന് തീർച്ചയായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പറയണ്ടോ? എന്തായാലും നമ്മുടെ ജൂൺ 19 വായനാ ദിനം നമ്മുടെ വിദ്യാലയത്തിൽ ആഘോഷിച്ചു. ആണെങ്കിലും ലൈബ്രറിയിലും അതിന്റെ ഭാഗമായിട്ടാണ് വായന പക്ഷാചരണം നടന്നുകൊണ്ടിരിക്കുന്നത്. വായനാ പക്ഷാചരണത്തിന്റെ വായനാ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ആദ്യമായി നൽകുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇന്ന് SSLC +2 വിദ്യാർത്ഥികൾക്ക് നല്ല വിജയം ലഭിച്ച കുട്ടികൾക്ക് ഇന്ന് ഇവിടെ അവരെ അഭ്യർത്ഥിക്കുക കൂടി ചെയ്യാണ്. ജെയിംസാണ് നിങ്ങളോടൊരു കാര്യം ഇത്ര നേരം പറഞ്ഞ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ് നമ്മൾ എടുക്കുന്നത്. അരുണിമയുടെ മാതൃക നമ്മളത് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഈ കാര്യം കിട്ടും. കഠിന പ്രയത്നം കൊണ്ട് നാം ഏത് കാര്യത്തിലും വിജയിക്കും എന്നുള്ളതിനുള്ള ഒരു മാതൃകയാണ് സാർ നമുക്ക് തന്നത്. പെയിനില്ലാതെ നമുക്കൊരു ഗെയിമില്ല. കുറച്ച് വേദനകളുടെ വിഷമങ്ങളും നമ്മള് ബുദ്ധിമുട്ടിയിട്ട് നേടിയെടുത്താൽ തന്നെയാണ് അത് നമ്മളെ ഏതൊരാളെയും വിജയത്തിൽ എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. ആത്മവിശ്വാസവും കഠിന പ്രയത്നവും ഉണ്ടെങ്കിൽ നമ്മൾ ഏത് സ്ഥാനത്തെത്തണമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ ആ സ്ഥാനത്ത് നമ്മൾ എത്തിയിരിക്കും. വായന പക്ഷാചരണത്തിന്റെ ഇടയിൽ തന്നെയാണ് നമുക്ക് ജൂൺ 26 ലഹരി വിരുദ്ധ ദിനവും ആഘോഷിക്കുന്നത്. നാളെയാണ് ആദ്യം. ഈ വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട 2 നയമാണ്
മാലിന്യമുക്ത കേരളവും ലഹരിമുക്ത കേരളവും. അതിനായിട്ടുള്ള വിവിധ പരിപാടികൾ സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും പോലീസ് എക്സൈസ് വകുപ്പും നാട്ടിലെ ലൈബ്രറികളും നാട്ടിലെ ജനങ്ങളും ക്ലബും എന്ന് വേണ്ട എല്ലാവരും നമ്മുടെ കുഞ്ഞുമക്കളെ, ഭാവിയുടെ തലമുറയാണ് നിങ്ങൾ. നിങ്ങളുടെ കയ്യിലാണ് നാളത്തെ ഭാവി നിൽക്കുന്നത്. നിങ്ങളെ എത്രമാത്രം നിങ്ങളെ ആ ബുദ്ധിമുട്ടുകളിൽ നിന്ന് ലഹരിമുക്തമായിട്ടുള്ള ഒരു ജനത്തിനെയാണ് സ്വപ്നം കണ്ടുകൊണ്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുമക്കളെ അതിന്റെ പ്രയാസത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുത്തിയെടുക്കണം. ആ കണ്ണുകളിൽ നിന്ന് അവരെ ബോധിപ്പിക്കണം. കുഞ്ഞുമക്കൾക്ക് അറിയില്ല, നിങ്ങൾ അറിയാതെ പെട്ടുപോകുന്ന മായ ലഹരിയുടെ വലയത്തിലൂടെ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ വിദ്യാലയങ്ങളില്. അതുപോലെ തന്നെ ഇപ്പൊ ഇന്ന് ഞാൻ സ്കൂളിൽ വന്നപ്പോൾ സമയം 6:30 ഞങ്ങള് സുംബ ഡാൻസ് പ്രാക്ടീസ് ചെയ്യായിരുന്നു. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ചിരി വരും. എന്തിനു വേണ്ടിയിട്ടാണെന്ന് അറിയും. കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കുട്ടികളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ചിന്തകള് അല്ലെങ്കിൽ ഈ വാസ്തവമായിട്ടുള്ള ലോകത്തിൽ നിന്ന് മാറ്റിത്തിരിക്കാനും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ വ്യക്തത പുലർത്തി കുറച്ച് യോഗയും എക്സസൈസും സംഭാഷണസും ഒക്കെ കൊടുത്ത് അവരുടെ മനസ്സിനുള്ളിൽ സന്തോഷം നിറഞ്ഞ അനുഭൂതിയിലേക്ക് വളർത്താൻ വേണ്ടി ഞങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ഈ വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ SPG ആയിട്ടും പ്രവർത്തനങ്ങളായിട്ടൊക്കെ ഫ്ലാഷ് മോബ്, പോസ്റ്ററുകളുള്ള റാലി, ഒരുപാട് പ്രവർത്തനങ്ങൾ ഓരോ വിദ്യാലയങ്ങളും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, കുഞ്ഞുമക്കളെ രക്ഷിച്ചെടുക്കണം. അവർ ഈ മായ വലയത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ടുകൂടാ. ഇത് മാത്രമാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറഞ്ഞു നിൽക്കുന്നില്ല. നിങ്ങൾക്കും നാളെ പോകണം വിദ്യാലയത്തിലേക്ക്, എനിക്കും പോകണം. അപ്പൊ അതുകൊണ്ട് ഞാൻ നാളത്തെ ലഹരി ദിനമായി ബന്ധപ്പെട്ട ഒരു പാട്ട് നിങ്ങളും ഞാൻ നമുക്ക് ഒന്നിച്ച് കിട്ടിയിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മതി, അത് മതിയോ? നാളെ കുട്ടികൾ വരും. നാളെ ലഹരിമുക്ത ദിനം പറയാം. മതിയോ? ലഹരിമുക്ത ദിനാചരണവുമായി ബന്ധപ്പെട്ട് നാളെ നമുക്ക് കുട്ടികളെ നാളെ നമ്മുടെ വിദ്യാലയത്തിലേക്ക് നമ്മുടെ ലൈബ്രറിയിലേക്ക് എത്തണം. നാളെയാണ് നമുക്ക് അതിന്റെ പരിപാടികളുണ്ടാവും. പിന്നെ അത് മതിയോ? മതി. അപ്പൊ അതിനെ നിർത്താം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ +2 SSLC സമ്മാനം വാങ്ങുന്ന കുട്ടികൾക്കും എത്തിച്ചേർന്ന എല്ലാ കുട്ടികൾക്കും വളരെ വളരെ സ്നേഹത്തോടുകൂടി എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട്